നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യരായ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരു പ്രാവശ്യം കൂടെ അവസരം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മെ ഇത്രത്തോളം അനുഗ്രഹമായി വഴി നടത്തുന്നു. നനച്ചിരിക്കാത്ത സമയത്ത് ആപത്തുകളും അനർത്ഥങ്ങളും പലരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓർക്കപ്പുറത്താണ് അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസവും നാം കണ്ടു, ഏകദേശം 10 മാസക്കാലം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച അധ്യാപകർ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയതാണ്. സ്തോത്രം. എന്നാൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അനർത്ഥം നാം കാണുവാനിടയായി. മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് അനർത്ഥം സംഭവിക്കുന്നത് ആർക്കും പറയുവാൻ പറ്റുകയില്ല. നനച്ചിരിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന ഈ ആപത്തുകൾ മനുഷ്യരെ തകർത്ത് കളയും. ദൈവത്തിൻ്റെ കരുതൽ നമുക്കില്ല എങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇല്ല എങ്കിൽ, ഞാനും നിങ്ങളും ഏത് സമയത്തും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ടേക്കാം. എന്നാൽ ഇതുവരെ നമ്മെ അങ്ങനെയുള്ള അനർത്ഥങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം തൻ്റെ ദൂതന്മാരെ കാവൽ നിർത്തി നമ്മെ സംരക്ഷിക്കും, സൂക്ഷിക്കുമെന്നൊക്കെ ദൈവവചനം ഉറപ്പായും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദൈവത്തിൽ പിന്നെയും ആശ്രയിക്കാം. ദൈവം നമ്മളെ കാത്തു പരിപാലിക്കട്ടെ. സ്തോത്രം. സങ്കീർത്തന പുസ്തകങ്ങളിൽ 3-ാമത്തെ പുസ്തകം 73-ാം അധ്യായമായി ആരംഭിക്കുന്നു. ആ 73-ാം സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് ആസാഫാണ്. സ്തോത്രം. ആസാഫ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം എല്ലാവർക്കും നല്ലവനാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിന് എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് അവിടെ ഒരു പ്രത്യേകത എടുത്തു പറയുന്നു. ഇസ്രായേൽ മക്കളായതുകൊണ്ടും ദൈവമക്കളായതുകൊണ്ടും മാത്രം കാര്യമില്ല, നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹൃദയത്തെ പരിശോധിച്ച് നിർമ്മലമാണോ അശുദ്ധിയുള്ളതാണോ എന്നൊക്കെ ലോകത്തിൽ പരിശോധിച്ചറിയുവാൻ തക്കണ ഒരു സംവിധാനവും ഇല്ല. എന്നാൽ ദൈവത്തിനത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സംവിധാനമുണ്ട്. ലോകത്തിലെ സകല സ്കാനിങ് മെഷീനും മനുഷ്യൻ്റെ മനസ്സിനെയോ മനുഷ്യൻ്റെ ഹൃദയത്തെയോ സ്കാൻ ചെയ്ത് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും. സ്തോത്രം. 73-ാം സങ്കീർത്തനം ആസാഫ് തുടങ്ങുന്നത് അങ്ങനെയാണെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്കും എന്തുകൊണ്ട് പിന്നെയും ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് ആസാഫ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ആ 73-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ആസാഫ് പറയുന്നു: എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും
വ്യർത്ഥമത്രേ. സ്തോത്രം. ഒരു ഭക്തനായിരിക്കുന്ന, ദൈവത്തിൻ്റെ ആലയത്തിലെ സംഗീതക്കാരനായിരിക്കുന്ന ആസാഫ് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. കാരണം ചില അനുഭവങ്ങൾ കാണുമ്പോൾ നേരായി നടക്കാത്തവർക്കും ദൈവമില്ല എന്ന് പറയുന്നവർക്കും ദൈവത്തെ അനുസരിക്കാത്തവർക്കും ദുഷ്ടന്മാർക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഇത്രത്തോളം ദൈവത്തിൻ്റെ വഴിയിൽ നടന്നിട്ടും എനിക്ക് ഇതുവരെയും ചില നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർത്താണ് ആസാഫ് ദൈവത്തോട് പരാതി പറയുന്നത്. ഒടുവിൽ ആസാഫ് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ യെരുശലേം ദൈവാലയത്തിലേക്ക് ചെന്നു. ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുടെ അന്തം എന്താകും എന്ന് ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ തനിക്കൊരു കാര്യം ബോധ്യമായി. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. സ്തോത്രം. വളരെ പെട്ടെന്നാണ് ദുഷ്ടന്മാർക്ക് അനർത്ഥങ്ങൾ സംഭവിക്കുന്നതെന്ന് ആസാഫിന് ബോധ്യമായി. സ്തോത്രം. ഇതുവരെ താൻ ദൈവത്തോട് പരിഭവം പറഞ്ഞതും ദൈവത്തെ കുറ്റപ്പെടുത്തിയതും ഒക്കെ തെറ്റായി പോയെന്ന് ആസാഫിനവിടെ പെട്ടെന്ന് ബോധ്യമായി. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആസാഫ് പറയുന്നു, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ പരിജ്ഞാനമില്ലാത്തൊരു മൃഗം പോലെ ഞാൻ ആയിരുന്നുവെന്ന് ആസാഫ് സമ്മതിക്കുകയാണ്. സ്തോത്രം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ആസാഫിനൊരു കാര്യം ബോധ്യമായി. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. ദൈവത്തോട് അകന്നിരിക്കുന്നവർ, ദൈവത്തോട് അനുസരണം കാണിക്കാത്തവർ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ, അവർക്ക് രക്ഷയില്ല എന്നാണ് ആസാഫ് പറഞ്ഞത്. ഒടുവിൽ തനിക്കൊരു കാര്യം ബോധ്യമായി. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. സ്തോത്രം. ദൈവമില്ല എന്ന് പറയുന്നവർക്കും ദൈവത്തോട് അകന്ന് ജീവിക്കുന്നവർക്ക് സംഭവിക്കുന്ന അവസാനം കണ്ടിട്ട് ആസാഫിനൊരു കാര്യം ബോധ്യമായി. എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്കേറെ നല്ലത്. ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ഇത്ര വലിയ സന്തോഷം വേറെ എന്താണുള്ളത്? കൊട്ടാരം പണിതതിൽ താമസിച്ചാലും ദൈവം കൂടെ ഇല്ലെങ്കിൽ എന്തു പ്രയോജനം? ലോകത്തിലെ 1-ാം നമ്പർ സമ്പന്നനായി ജീവിച്ചാലും ദൈവമില്ല എങ്കിൽ എന്തു പ്രയോജനം? കർത്താവായ യേശുക്രിസ്തു ഒരു ധനാഢ്യനായ മനുഷ്യനോട് ഇങ്ങനെ ചോദിച്ചു, നീ ഈ മുഴുവൻ ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക് എന്ത് പ്രയോജനം? അതൊരു വലിയ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. സമ്പത്തല്ല നമ്മുടെ മാന്യത തീരുമാനിക്കുന്നത്. ഈ ലോകത്തിലെ പ്രതാപമല്ല നമ്മുടെ മാന്യത തീരുമാനിക്കുന്നത്. ഈ ലോകത്തിലെ അന്തസ്സല്ല നമ്മുടെ മാന്യത തീരുമാനിക്കുന്നത്. നമ്മുടെ മാന്യത തീരുമാനിക്കുന്നത് ദൈവമാണ്. വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നാൽ, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിശ്ചയമായും ഒരു വലിയ നന്മയുടെ ഒരു പുതിയ വഴികൾ ദൈവം ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. സ്തോത്രം. അത് അനുഭവിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. അത് ഈ ലോകപ്രകാരം നാം കാണുന്ന എന്തെങ്കിലും വഴികളല്ല, നന്മകളല്ല. നമ്മുടെ ചിന്തയിൽ പോലും കണക്ക് കൂട്ടുവാൻ കഴിയാത്ത അതിനപ്പുറമായിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വഴിയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല,
ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് നമുക്ക് അപ്പോൾ ബോധ്യമാകും. സ്തോത്രം. അതുകൊണ്ട് ആസാഫ് ഒടുവിൽ പറഞ്ഞു നിർത്തുന്നു, എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ നല്ലത്. ഞാൻ ഇതുവരെ അറിവില്ലായ്മ കൊണ്ട് പലതും പറഞ്ഞു പോയി. ദൈവത്തെ ഞാൻ കുറ്റപ്പെടുത്തി, ഞാൻ പരിഭവങ്ങൾ പറഞ്ഞു, ആമേ മറ്റുള്ളവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇല്ല, അവർക്കെല്ലാം ആമേ കുഴപ്പം സംഭവിക്കും, അവർ നാശത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണ്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ആമേൻ അല്ലേ ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു, എൻ്റെ ദൈവത്തോട് ഞാൻ അടുത്തിരിക്കും. അതാണ് ഏറെ നല്ലത്. സ്തോത്രം. വാത്സല്യ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ആമേൻ അല്ല നമ്മുടെ മറ്റുള്ള ഒന്നിനും നമുക്കൊരു സന്തോഷവും സമാധാനവും നൽകാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തോട് അടുത്തിരുന്നാൽ നിശ്ചയമായ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം വന്നു ചേരും. ഒടുവിൽ ദൈവരാജ്യത്തിലേക്ക് എത്തി നിത്യജീവനം പ്രാപിച്ച് ദൈവത്തോടൊപ്പം വസിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ലോകത്തെ സ്നേഹിക്കാനിടയാകാതെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക, ആമേൻ ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്നിരിക്കുക. അങ്ങനെ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് സഹായിക്കുന്ന ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടത് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രി എല്ലാവിധമായ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഒപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.